അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ദാണ്ടെ ഒരു മഷ്റൂമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇത് വാങ്ങിയത് ലാസ്റ്റ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ട്, എന്നാൽ ഒരു റെസിപ്പി തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തതാണ് കേട്ടോ. പക്ഷേ പൊളി സാധനമായിരുന്നു, കാരണം മഷ്റൂം ഇഷ്ടപ്പെടാത്ത ഞങ്ങൾക്ക് പോലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ കേരളൻ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇതിനാവശ്യമായത് നമുക്കൊരു സവാളയാണ്, 2 മീഡിയം സൈസിലെ സവാളയും, പിന്നെ അതുപോലെ നമുക്ക് മസാലാസ് മാത്രം മതി, പിന്നെ മഷ്റൂമും മതി കേട്ടോ. ഞാൻ പിസ്സ തയ്യാറാക്കിയ വീഡിയോ കണ്ടവർക്കറിയാം ആ മഷ്റൂമിൻ്റെ കഥ. കാണാത്തവരൊന്ന് പോയി കാണണേ. ഞാൻ ആദ്യമേ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 2 ഏലക്ക ചതച്ചതിടുന്നുണ്ട് കേട്ടോ. പിന്നെ കുനുകുനാന്നരിഞ്ഞ ഒണിയനും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അരമുറി തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അടച്ചു വെച്ചാണ് ഞാൻ ഒന്ന് വേവിക്കുന്നത്, അതാകുമ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ ഗരം മസാലയും ആവശ്യത്തിന് പെരുംജീരകവും ചെറുതായിട്ടൊന്ന് മല്ലിപ്പൊടിയും മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് മസാലാസ് ഞാൻ കൂട്ടുന്നില്ല, എന്നാൽ ഒന്ന് നോർമലായിട്ടുള്ള രീതിയിലും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി മാത്രം ഞാൻ വെള്ളം യൂസ് ചെയ്യുന്നത്, കാരണം മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു പേരിന് മാത്രം. പിന്നെ ഇതുപോലൊന്ന് ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ അത്യാവശ്യം കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തു, അടിയിലൊന്ന് പിടിക്കാതിരിക്കാൻ പറ്റും. പിന്നെ അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ദാണ്ടെ മല്ലിച്ചപ്പ് വേണമായിരുന്നു കേട്ടോ, അതാണ് ഞാൻ ഇത് അരിയുന്നത്. ദാണ്ടെ ഇപ്പം കണ്ടോ വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ അടിപൊളി മഷ്റൂം റെസിപ്പി റെഡി ആയി കഴിഞ്ഞു. അതിലേക്ക് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റെസിപ്പി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ.